പാവം ക്രിസ്ത്യാനികൾ പണ്ടേ പണ്ടേ മറന്നുപോയ ഒരു കൊച്ചു കാര്യം. ഏവർക്കും സ്വാഗതം, നമസ്കാരം. എന്തുകൊണ്ടാണ് ക്രിസ്മസ്, അതായത് യേശുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന ക്രിസ്മസ് ലോകത്തിലെ ഏറ്റവും സാർവലൗകികമായ ഒരു ഫെസ്റ്റിവലായി ആഘോഷിക്കപ്പെടുന്നത് എന്ന് അതിനെപ്പറ്റി അഭിമാനം കൊള്ളുന്ന ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കാറില്ല എന്നതാണ് എൻ്റെ ധാരണ. മാത്രവുമല്ല, സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗം ദൈവരാജ്യത്തെ പറ്റിയുള്ള യേശുവിൻ്റെ ഉത്ബോധനങ്ങളാണ്, പഠിപ്പീരുകളാണ്. യേശു ഈ ലോകത്തിൽ നിർവഹിച്ച ദൗത്യത്തിൻ്റെ ലക്ഷ്യം ഇവിടെ സ്വർഗരാജ്യം വെളിപ്പെടുത്തുകയും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരത്തക്കവണ്ണം തൻ്റെ ശിഷ്യന്മാരെയും വരുന്ന തലമുറകളെയും പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആയിരുന്നു എന്ന് നാം താത്വികമായി വിശ്വസിക്കുന്നു, അല്ലെ ഏറ്റുപറയുന്നുവെങ്കിലും ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യ സങ്കല്പത്തിൻ്റെ സ്വഭാവം എന്താണെന്നോ, എന്തുകൊണ്ട് യേശു അപ്രകാരമുള്ള ഒരു പുതിയ ഊന്നൽ മതമേഖലയിൽ കൊണ്ടുവന്നോ എന്നോ വചനത്തിൻ്റെ വെളിച്ചത്തിലോ വസ്തുനിഷ്ഠമായോ അന്വേഷിക്കുവാൻ ക്രിസ്തീയ വിശ്വാസികൾ കൂട്ടാക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അതിശയോക്തിയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളൊരു 10 വളരെ എരിവുള്ള ക്രിസ്ത്യാനികളെ കണ്ടുപിടിച്ചിട്ട് അവരോട് ചോദിക്കണം, യേശു ക്രിസ്തു എന്തിനാണ് ദൈവരാജ്യം പ്രസംഗിച്ചത്? ഉടനെ അവർ പറയും, ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് എന്ന് പറയും. കാരണം അത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. അതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകുന്നില്ലയോ എന്നത് ഈ തരുണത്തിൽ എൻ്റെ പ്രശ്നമല്ല. അങ്ങനെ ഉദ്ദേശിക്കാത്ത ദിശയിലേക്ക് ആശയങ്ങളെ വലിച്ചിഴച്ചൊരു തർക്കമുണ്ടാക്കുവാൻ ചിലർക്ക് താല്പര്യമുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള തർക്കങ്ങളിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാവകാശമോ താല്പര്യമോ ഇല്ല. അതുപോലെ തന്നെ യേശുവിൻ്റെ എല്ലാ പഠിപ്പീരുകളിലും ഒരു സാർവലൗകികത നിശ്ചയമായും അതിൻ്റെ പ്രധാന സ്വഭാവമായി സ്ഥിതി ചെയ്തിരുന്നു എന്ന് സുവിശേഷങ്ങളോട് എന്തെങ്കിലും പരിചയമുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്നതാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ, ചില വശങ്ങൾ മാത്രം, ചില തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ യേശുവിൻ്റെ ഇഹലോക ദൗത്യത്തെയും അത് നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള വ്യക്തിത്വത്തെയും സൂചിപ്പിച്ചുകൊണ്ട് ആ സുവിശേഷത്തിൻ്റെ ലേഖകനായ യോഹന്നാൻ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ എന്ന് കരുതപ്പെടുന്ന യോഹന്നാൻ, ഈ യോഹന്നാൻ തന്നെയാണോ ഇത് എഴുതിയ എന്നതിനെപ്പറ്റി വിവാദങ്ങളുണ്ട്. ആ വിവാദത്തിലേക്കും ഞാൻ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം യേശുവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ക്രിസ്ത്യാനികൾ വചനം എന്ന് പറയുമ്പോൾ വേദപുസ്തകം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം ചില ആളുകളെങ്കിലും വചനം എന്നത് ദൈവത്തിൻ്റെ മനസ്സ്, ദ മൈൻഡ് ഓഫ് ഗോഡ് എന്ന ആശയത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. യവന സംസ്കാരത്തിൽ ഈ വചനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലോഗോസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീസൺ, യുക്തി എന്നതാണ്. കാരണം ദൈവസങ്കല്പത്തിൽ യവന സംസ്കാരം എപ്പോഴും ഊന്നൽ കൊടുത്ത് തിരിച്ചറിഞ്ഞത് യുക്തിക്കാണ്, റീസണാണ്. ഗോഡ് ഈസ് ദി അൾട്ടിമേറ്റ് റീസൺ വിത്ത് എ ക്യാപിറ്റൽ R. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കിയാലും അത് സാർവലൗകികതയുടെ ഉച്ചകോടിയാണ്. വചനം ഒരു കൂട്ടത്തിൻ്റെയോ
ഒരു തലമുറയുടെയോ ഒരു മതവിഭാഗത്തിൻ്റെയോ ഒരു സഭയുടേതയോ ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ കുത്തകയായിരിക്കാൻ ഒരു കാലത്തും സാധ്യമല്ല. ദൈവം നീതിയുള്ളവനാണെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം വചനം കൊടുക്കുകയും മറ്റവർക്കൊക്കെ വചനമില്ലാതെ മൃഗങ്ങളെപ്പോലെ ശബ്ദം പുറപ്പെടുവിക്കാൻ മാത്രമുള്ള കഴിവും കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ പൊളി, കള്ളം, അസത്യം നമുക്ക് വായിൽ കൂടെ ഉച്ചരിക്കാൻ പ്രയാസമെന്നല്ല, അസാധ്യമാണ്. വചനമെന്നത് സാർവലൗകികമായ ഒരു ദൈവീക പ്രതിഭാസമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, വചനമെന്നത് സാർവലൗകികമായ ഒരു ദൈവീക പ്രതിഭാസമാണ്. ആ സാർവലൗകിക മർമ്മമാണ് ജഡമായി തീർന്നത്. ജഡമെന്നതും സാർവലൗകികമായ ഒരു പ്രതിഭാസമാണ്. അല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ജഡമുള്ളൂ എന്ന് ശഠിക്കാൻ തക്കവണ്ണം നമുക്ക് ഭ്രാന്തില്ലല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുകയാണ്. അപ്പോൾ സാർവലൗകികമായത് സാർവലൗകികതയെ പൂണ്ടു പരിണയിച്ചു പ്രാപിച്ചു എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും സാർവലൗകികതയിലാണ് എന്ന ഒരേ ഒരു സാധ്യതയെ അവിടെ ഉള്ളൂ. ഒരു വിധത്തിലും ഇതിനെ ചില ആളുകളുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റുവാൻ സാധ്യമല്ല. അതിന് തുനിയരുത്. അത് ഈ അത്ഭുത പ്രതിഭാസത്തോട് കാണിക്കാവുന്ന വലിയ അപമാനമാണ്, അത് അക്രമമാണ് എന്ന കൃത്യമായ ആർക്കും ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ മാർജിനിടാതെ സൂചിപ്പിച്ചുകൊണ്ടാണ് സുവിശേഷം, 4-ാമത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. നമുക്കല്പം മുൻപോട്ട് കടന്നു ചെല്ലാം. യേശു അനുഭവിച്ച 3 പരീക്ഷകൾ, അതിലേതെങ്കിലും ഒന്ന് ചില സംസ്കാരങ്ങളിലും ചില സമൂഹങ്ങളിലും ചില കാലഘട്ടങ്ങളിലും മാത്രമുണ്ടാകുന്നതാണ് എന്നാർക്കെങ്കിലും പറയാൻ കഴിയുമോ? താൻ അഭിമുഖീകരിച്ച് അതിജീവിച്ച ഈ 3 പരീക്ഷകൾ കൂടെ യേശു മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയുടെ സാർവലൗകിക മൂല്യങ്ങളെ അല്ലെങ്കിൽ മർമ്മങ്ങളെയാണ് അഭിമുഖീകരിച്ചത് എന്ന് മനസ്സിലാക്കുക. യേശു അനുഭവിച്ച ഈ ഒരു പരീക്ഷാ ക്രമത്തിൽ, ഈ 3 പരീക്ഷകളിൽ മതപരമായ ഒരു ലേബലും ഒട്ടിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇത് ക്രിസ്തീയ പരീക്ഷകളല്ല, ഇത് ഹിന്ദു പരീക്ഷകളല്ല, ഇത് ഇസ്ലാമിക പരീക്ഷകളുമല്ല. ഇത് സർവ്വലൗകികമായ മനുഷ്യൻ ഈ ഭൂമിയുടെ പരപ്പിൽ അനുഭവിക്കുന്ന പരീക്ഷകളാണ്. എന്നാൽ ഈ പരീക്ഷകൾ ആരംഭിക്കുന്നതിന് മുൻപ് യേശു പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നതിന് സംശയമില്ലല്ലോ. അല്ലെങ്കിൽ CSIക്കാരുടെ ആത്മാവാണോ? അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ അവകാശപ്പെടുന്നത് പോലെ അവരുടെ ആത്മാവാണോ? അല്ലെങ്കിൽ കത്തോലിക്കരുടെ ആത്മാവാണോ? അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ആത്മാവാണോ? അവരുടെ വിരൽത്തുമ്പിൽ അനങ്ങുമ്പോൾ മാത്രം ഉണരുകയും ചലിക്കുകയും ചെയ്യുന്ന ആത്മാവാണോ? ഒരിക്കലുമല്ല. ഇത് സാർവലൗകികമായൊരു മർമ്മമാണ്. അതിനെ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു നിക്കോദീമോസിനോട് പറയുന്നത്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും അപ്രകാരം തന്നെ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. ഈ ഒരു ഭാഗം അല്പം പരിചയമുള്ളവർ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ചില മതങ്ങളുടെ ചെറിയ ചെറിയ വളപ്പിൽ കെട്ടിയിടാമെന്ന് പറയുന്നത്? എങ്ങനെയാണ് ആ മതങ്ങളുടെ ഉള്ളിലുള്ള, ആ മതത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ചില്ല് കഷ്ണം, പെന്തക്കോസ്ത് കരിസ്മാറ്റിക് കഷ്ണം, അതിൽ മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് മാത്രവുമല്ല, അതിനകത്ത് തന്നെ പരിശുദ്ധാത്മാവിനെ വീണ്ടും പരിമിതപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് വാവിളിച്ചാൽ അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ, അപശബ്ദങ്ങൾ മാത്രമേ പുറപ്പെടുവിക്കുകയുള്ളൂ.
എന്നൊക്കെ പറയണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും സരളമായ വാക്ക് ഭ്രാന്ത് എന്നാണ്. ഞാൻ ഈ ഭ്രാന്ത് എന്ന വാക്ക് വളരെ മനഃപൂർവ്വം ഇവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കാരണം മതമേഖലയിൽ എക്കാലത്തും സ്ഥിതി ചെയ്തിരുന്നത് ഒരു വിധത്തിലുള്ള ഭ്രാന്താണ്, മതഭ്രാന്ത് എന്ന് നാം പറയും. എന്നാൽ അതെന്താണ്, അതിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ് എന്ന് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല. മതമേഖലയിൽ ഭ്രാന്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയാത്തവരായ ആരും കാണുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതിൻ്റെ മർമ്മം എന്താണ്? ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണമായ ഒരു പ്രതിഭാസത്തിൽ നിന്ന് അതിൻ്റെ ഒരു അംശം ഇളകിപ്പോയി ആ അംശമാണ് പൂർണ്ണത എന്ന് പറഞ്ഞ് നടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ധരിച്ച് ചെയ്യുന്ന പ്രസ്താവനകൾ, നടത്തുന്ന പ്രസ്താവനകൾ, ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭ്രാന്താണ്. പൂർണ്ണമായതിൽ നിന്ന് അംശമായത് വേർപെട്ട് അംശം മാത്രമാണ് പൂർണ്ണത എന്ന നിഗമനത്തിൽ ചെയ്യുന്ന പ്രസ്താവനകളും നടത്തുന്ന പ്രവൃത്തികളുമെല്ലാം ഭ്രാന്താണ്. ഇപ്പോൾ ഒരു ഭ്രാന്തൻ സംസാരിക്കുന്നു, അവൻ്റെ നാക്ക് ഭ്രാന്തില്ലാത്തവിടെ നാക്കിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്? അവൻ്റെ നാക്ക് പ്രവർത്തിക്കുന്നത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകെത്തുകയോടുള്ള സമന്വയത്തിലല്ല. ഇറ്റ് മൂവ്സ് ഔട്ട് ഓഫ് ട്യൂൺ വിത്ത് ദ ടോട്ടാലിറ്റി ഓഫ് ഹിസ് ബീയിങ്. അവൻ്റെ തലച്ചോറിൻ്റെ പൂർണ്ണതയിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ചില അംശം പ്രവർത്തിക്കുകയും ബാക്കിയുള്ളത് ഈ പ്രവർത്തിക്കുന്ന അംശത്തിൻ്റെ പ്രവർത്തന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഭ്രാന്തുണ്ടാകുന്നത്. ഇതേ അവസ്ഥ, ഇതേ മർമ്മം, ഇതേ പ്രവർത്തന രീതി മതത്തിൽ വന്നാൽ അതാണ് നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നത് അതിനേക്കാൾ വലിയ ഭ്രാന്താണ്. അപ്പോൾ നാം ഇങ്ങനെ ഏത് ഭാഗം ഒന്ന് രണ്ട് കാര്യം കൊണ്ട് ഈ ഒരു ഭാഗം അങ്ങ് വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ഇത്രയും സമയം ഞാൻ എടുക്കുന്നത്. യേശു തന്നെപ്പറ്റി എന്ത് പറഞ്ഞു? ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഈ വഴി, സത്യം, ജീവൻ ഇതൊന്നും പ്രാദേശികമല്ല, പരോക്യലല്ല. ചില ആളുകളുടെ കുത്തകയാണ് സത്യം എന്ന് പറയാനൊക്കുമോ? ചില ആളുകൾക്ക് മാത്രമേ വഴി ആവശ്യമുള്ളൂ എന്ന് പറയാനൊക്കുമോ? ജീവൻ ചില ആളുകൾക്ക് മാത്രമുള്ളതാണെന്ന് പറയാൻ കഴിയുമോ? ഇതെല്ലാം സാർവലൗകികമായ അടയാളങ്ങളാണ്. അതുതന്നെ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചത്തിൻ്റെ മതം എന്താണ്? വെളിച്ചത്തിൻ്റെ ഭാഷ എന്താണ്? വെളിച്ചത്തിൻ്റെ രാജ്യമേതാണ്? അതിനുശേഷം യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. എവിടെയാണ് സങ്കുചിതമായ പ്രാദേശിക ചിന്തകളും പരോക്കിയൽ വികാരങ്ങളും എവിടെയാണ് വരുന്നത്? അപ്പോൾ ഇതിൻ്റെ എല്ലാം ആകെത്തുകയായിട്ടാണ് യേശു ഞാൻ ദൈവരാജ്യം വെളിപ്പെടുത്താൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് യേശു ദൈവരാജ്യം പ്രസംഗിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ നാം ഇതുവരെ പരിഗണിച്ച പശ്ചാത്തലം പ്രയോജനപ്പെടും എന്നതുകൊണ്ടാണ് അതിനുവേണ്ടി ഇത്രയും സമയം ചിലവഴിച്ചത്. അത് നഷ്ടമാണ്, അങ്ങനെ വിശദീകരിക്കുന്നത് നഷ്ടമാണെന്ന് ചിലരൊക്കെ കരുതുന്നുണ്ട്. എന്നാൽ അവരോട് യോജിക്കുവാൻ എനിക്ക് ഒട്ടും കഴിയുന്നില്ല. ആഴമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് സമയം കണ്ടെത്തുക മാത്രമേ സാധ്യമാകുകയുള്ളൂ. അത് അനിവാര്യമാണ്. ക്ഷമയില്ലാതെ ആഴം കാണുവാൻ കഴിയുമെന്ന് ദയവായി ആരും വിചാരിക്കരുത്. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഏറ്റവും അനിവാര്യമായ ആവശ്യം വലിയ ബുദ്ധിയല്ല, ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ ബുദ്ധി താനേ വളർന്നുകൊള്ളും. ക്ഷമയില്ലെങ്കിൽ ഉള്ള ബുദ്ധി കൂടെ മുരടിച്ചു പോകും. ഇതാണ് എൻ്റെ വാസ്തവികത. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അപ്പോൾ യേശു അന്നത്തെ മനുഷ്യരുടെ, യഹൂദന്മാരുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞിട്ട് അവരങ്ങനെ ആയിത്തീരുവാൻ കാരണമെന്താ എന്ന് നന്നേ ഗ്രഹിച്ചിട്ട് അതിന് ഒരു പ്രതിവിധിയായിട്ടാണ് ദൈവരാജ്യം പ്രസംഗിച്ചത് എന്ന് ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയുന്നില്ല എന്ന് ദുഃഖകരം തന്നെയാണ്. എന്താണ് മതവും ദൈവരാജ്യവും എന്നുള്ള വ്യത്യാസം? മതം എപ്പോഴും പ്രാദേശികമായിരിക്കും, സങ്കുചിതമായിരിക്കും, അതിൻ്റേതായ വളപ്പുകളും വട്ടങ്ങളും കാണും.
ഓൺക്ലാവ്. എന്നാൽ ദൈവരാജ്യത്തിന് അങ്ങനെ യാതൊരു അതിരുമില്ല. നിങ്ങൾ ഏത് മതവും പരിശോധിച്ച് നോക്കൂ, മതങ്ങൾ നിലനിൽക്കുന്നത് മതിലുകൾ കൊണ്ടാണ്. മതിലുകളില്ലാത്ത മതങ്ങളില്ല, മതങ്ങളില്ലാത്ത മതിലുകളുമില്ല. എല്ലാ മതത്തിനും അതിൻ്റേതായ മതിലുകളുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ മതിലുകൾ സൃഷ്ടിക്കുന്നത്? സങ്കുചിതമായ മനോഭാവത്തെയും കാഴ്ചപ്പാടുകളെയും പ്രവർത്തന ലക്ഷ്യങ്ങളെയും സാധൂകരിക്കണമെങ്കിൽ ഈ സങ്കുചിതമായ ഒരു കോട്ടയ്ക്കുള്ളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളൊരു 100 പേരെ തിരഞ്ഞെടുത്ത് അവരെ 10 വർഷം 20 വർഷം ഒരു കെട്ടിടത്തിനുള്ളിൽ മാത്രം പാർപ്പിച്ച് ഒരേ കാര്യം മാത്രം പറഞ്ഞ് ഒരേ അനുഭവം മാത്രം പ്രാപിപ്പാൻ അവർക്ക് അവസരം കൊടുത്ത് അവരെ സന്ധിക്കുമെങ്കിൽ അതിനോടനുബന്ധമായി നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ സ്വീകരിക്കും. കാരണം താങ്കൾ കേൾക്കുന്നത്, തങ്ങളോട് ഉപദേശിക്കുന്നത്, അതിൻ്റെ അർത്ഥമെന്താണ്, വില എന്താണ്, അതിലുള്ള അപാകത എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരടിസ്ഥാനം അവർക്കില്ല, ഒരു മാനദണ്ഡം, ഒരു അളവുകോൽ അവർക്കില്ല. അങ്ങനെ ജനങ്ങൾക്ക് വാസ്തവികത തിരിച്ചറിയുവാനുള്ള വളർച്ച പ്രാപിക്കാതിരിക്കാനും അവർക്ക് യാഥാർത്ഥ്യങ്ങളെ സ്വന്തമായി അന്വേഷിച്ച് മനസ്സിലാക്കാതിരിക്കാനും അവരെ എന്നേക്കുമായി നിയന്ത്രിക്കുകയും ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം അവരെ ഇങ്ങനെ കൊച്ചു കൊച്ചു കോട്ടകളിൽ പരിമിതപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ്. ആ കോട്ടകൾക്കുള്ളിൽ മാത്രമേ ഒരു വർഗത്തിൻ്റെ അധികാരം എന്നേക്കുമായി നിലനിൽക്കുകയുള്ളൂ. ആ വർഗത്തിൻ്റെ പേരാണ് പുരോഹിത വർഗം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഏത് മതവും പരിശോധിച്ച് നോക്കൂ, അതിലുള്ള പുരോഹിത വർഗത്തിൻ്റെ അജണ്ടയാണ് ഈ മതത്തിൻ്റെ സാധ്യതകളെ ചില കോട്ടകൾക്കുള്ളിൽ മാത്രം പരിമിതപ്പെടുത്തി വെക്കുകയും അതിൻ്റെ ഉള്ളിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തെ, അവരുടെ കരങ്ങളാൽ സൃഷ്ടിക്കുന്ന ദൈവത്തെ, ബിംബങ്ങളെ, ഇതാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ വേദപുസ്തകം ആദ്യം മുതൽ നമ്മെ അറിയിക്കുന്നത് ദൈവം മനുഷ്യൻ്റെ കൈകൊണ്ടുള്ള സൃഷ്ടിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അപ്രമേയമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധിയെയും സങ്കല്പങ്ങളെയും അതിജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു വിധത്തിലും മനുഷ്യൻ അവൻ്റെ നിയന്ത്രണത്തെ ദൈവത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരു മനുഷ്യൻ്റെയും നിയന്ത്രണത്തിന് വിധേയമായ ദൈവം ഇരിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അതേസമയം തന്നെ സാർവലൗകികമായി ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ദൈവത്തെ നേരെ ഡയറക്റ്റായി സമീപിക്കുവാനും അവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാനും അവരുടെ ജീവിതത്തിൽ ആവശ്യമായ വെളിച്ചം പ്രാപിപ്പാനും അവകാശം നൽകിയിരിക്കുന്നു. ഇതൊരു സാർവലൗകികമായ മർമ്മമാണ്. അതിനെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് യേശു യഹൂദന്മാർ അന്ന് സൃഷ്ടിച്ചിട്ടുള്ള മതിലുകൾ, കോട്ടകളെല്ലാം കടന്ന് ശമര്യക്കാരുടെ അടുത്ത് പോകുന്നു, കനാന്യ സ്ത്രീയോട് സംവാദിക്കുന്നു, അവൾക്ക് സേവനം ചെയ്യുന്നു, റോമൻ ശതാധിപന് ആശ്വാസം പകരുന്നു, മറ്റും. പിന്നെ യഹൂദ ജാതിക്ക് അകത്ത് തന്നെ സ്ഥിതി ചെയ്തിരുന്ന യഹൂദനും ചുങ്കക്കാരനും, പരീശനും ചുങ്കക്കാരനും തമ്മിലുള്ള വ്യത്യാസം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം, നല്ല സ്ത്രീകളും വേശ്യകളും തമ്മിലുള്ള വ്യത്യാസം, പുരോഹിതന്മാരും അയ്മേനികളും തമ്മിലുള്ള വ്യത്യാസം. ഇത് മുഴുവനും യേശു തിരസ്കരിച്ചു. എന്തുകൊണ്ടാണ് ഇത് ക്രിസ്ത്യാനിയുടെ മനസ്സിൽ പതിക്കാത്തത് എന്ന് ഞാൻ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്. യേശു പ്രസംഗിച്ചത്, യേശു വെളിപ്പെടുത്തിയത്, യേശു ഈ ലോകത്തിൽ സ്ഥാപിക്കാനായി കടന്നു വന്നത്, യേശു തൻ്റെ ജീവൻ അർപ്പിച്ചത് ഒരു കാര്യമാണ്. എന്താണ്? ഈ സങ്കുചിതമായ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഈ മത കാഴ്ചപ്പാടിൽ നിന്ന്, മനുഷ്യനെ അടിമയാക്കുന്ന ഈ മത സംവിധാനത്തിൽ നിന്ന് അവനെ വിടുവിച്ച് അവനെ സാർവലൗകികമായൊരു ദർശനം കൊടുക്കുക. സർവ്വലോകത്തെ സൃഷ്ടിച്ചതും സർവ്വലോകത്തെയും സ്നേഹിക്കുകയും ലോകത്തിലുള്ള എല്ലാ വ്യക്തിയുടെയും നന്മയ്ക്ക് വേണ്ടി അനന്തമായി ആഗ്രഹിക്കുകയും ജാഗരൂകമായിരിക്കുകയും ചെയ്യുന്ന സ്നേഹനിധിയായ ഒരു ദൈവമുണ്ട്.
ആ ദൈവത്തെ നിങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളെന്ന് പറഞ്ഞാൽ യഹൂദന്മാർ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളും അതിലുൾപ്പെടും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആത്മാർത്ഥമായ അർത്ഥവത്തോട് പറയണമെങ്കിൽ ജീവൻ എന്ന പ്രതിഭാസം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ആകത്തുകയിൽ നിന്നുകൊണ്ട് വേണം ആ പ്രാർത്ഥന ആരംഭിക്കാൻ. അതിനു പകരം മനുഷ്യൻ്റെ അല്പത്തരത്തിൻ്റെ, പീറത്തരത്തിൻ്റെ കിരീടം വെച്ചുകൊണ്ടാണ് നിത്യനായ ദൈവത്തിൻ്റെ പേരിൽ ഈ ഭ്രാന്ത് കാണിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഈ കാലം അത്രയും നിങ്ങൾ നിങ്ങളുടെ സംഭാവനകൾ നൽകിയും ത്യാഗബുദ്ധിയോടെ നിങ്ങൾ സേവനം ചെയ്ത് നട്ടുപിടിപ്പിച്ചതുമായ വിഭാഗീയ ചിന്തകളുടെ വിഷക്കനി മാത്രം പ്രദാനം ചെയ്യുന്ന ഈ മതവൃക്ഷങ്ങളിലെ അത് നിങ്ങളുടെ ശാപമാണ്. അവയിൽ നിങ്ങൾ കടിച്ചു തൂങ്ങിക്കിടക്കുന്നിടത്തോളം കാലം നസ്രേനായ യേശുവിനെ അറിയുവാനോ അവനെ അനുധാവനം ചെയ്യുവാനോ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന മണ്ടൂഹങ്ങൾ, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെ സമയം വരുമ്പോൾ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക, അത് കഴിയുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാതിരിക്കുക, ക്രോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ നമ്മുടെ മതജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല, സംഭവിക്കുകയുമില്ല. എന്നാൽ അനന്തമായ സാധ്യതകളുടെ ഉറവിടമാണ് ദൈവമെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ജീവിതത്തിൽ അല്പമെങ്കിലും അറിയാൻ സാധിച്ചവരുള്ള പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്ദി, അടക്കാനാവാത്ത ആവേശം, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ധന്യത. അത് നിങ്ങളിലേക്കും പകരണം എന്ന ഒരേ ഒരു ആവേശത്തിലാണ് ഞാൻ ഈ വയസ്സുകാലത്ത് ഈ തത്രപ്പാടൊക്കെയും അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ദയവായി ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിച്ച അടിസ്ഥാനപരമായ ആത്മീയ സത്യം, അതിനെപ്പറ്റി നിങ്ങളുടെ വിധത്തിൽ, നിങ്ങളുടെ അനുഭവത്തിൽ കൂടെ നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവും ചിന്താശക്തിയും വേണ്ടതുപോലെ ഉപയോഗിച്ച് ഇതിനെപ്പറ്റി ചിന്തിച്ച് വ്യക്തത പാലിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ പുതുക്കി പണിയണം എന്ന് മാത്രം സവിനയം അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ മഴയുടെ ആ മനോഹാരിത, പ്രകൃതിയുടെ സംഗീതം പോലെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് കൊണ്ട് അതിൻ്റെ സന്തോഷം കൂടെ നിങ്ങളിലേക്ക് പകർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ, നന്മ മാത്രം വരട്ടെ.